എല്ലാ ജീവസന്ദേശം പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ അമൂല്യമായ അല്പസമയം ദൈവവചന കേൾവിക്കായി വേർതിരിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. മനുഷ്യജീവിതത്തിലെ അതിപ്രാധാന്യമുള്ള ചില പ്രത്യേകമായ വിഷയങ്ങൾ ജീവസന്ദേശത്തിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. മനുഷ്യജീവിതം സുഖദുഃഖങ്ങൾ കൊണ്ടും ഉയർച്ച താഴ്ചകൾ കൊണ്ടും ജയപരാജയങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. ഈ ഉയർച്ച താഴ്ചകളിലും ജയപരാജയങ്ങളിലും ചിലപ്പോൾ മനുഷ്യർ ഈ ഉയർച്ച താഴ്ചകളും ജയപരാജയങ്ങളും മനുഷ്യജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ജയിക്കുമ്പോൾ അവർ തൃപ്തരായി സന്തോഷിക്കുകയും പരാജയപ്പെടുമ്പോൾ നിരാശയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അത് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിരാശയിലേക്ക് നയിക്കുകയും അത് ജീവിതം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നിരവധിയായി കാണുവാൻ കഴിയും. ദൈവവചനത്തിൽ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ട് മുമ്പോട്ട് പോകുവാൻ ഒരു വഴിയുമില്ലാതിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ സാമീപ്യവും വരുത്തിയ മാറ്റങ്ങളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിത പരാജയങ്ങൾക്ക്, ജീവിതത്തിലെ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും പലവിധങ്ങളായ ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സമയവും കാലവും സാഹചര്യങ്ങളും നമ്മുടെ ജയത്തെയും പരാജയത്തെയും ഉയർച്ചയും താഴ്ചയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അനുകൂലമായ സ്ഥലത്തും സാഹചര്യത്തിലും പരാജയങ്ങൾ സംഭവിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോഴും എല്ലാ ഘടകങ്ങളും അനുകൂലമായിരിക്കുമ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ പരാജയങ്ങളെയോ വിജയങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അവസ്ഥയെ വിലയിരുത്തുന്നത് അനുയോജ്യമാണോ അല്ലയോ എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതം മതിയെന്ന് വയ്ക്കുന്നവർ, ഏതെങ്കിലും തരത്തിലുള്ള താഴ്ചകൾ സംഭവിക്കുമ്പോൾ ജീവിതം ഒടുക്കുവാൻ കാംക്ഷിക്കുന്നവർ, തങ്ങൾ സമൂഹത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും പിൻവലിഞ്ഞ് ഏകാന്തതയിലേക്ക് പോകുന്ന നിരവധി പേരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ തരത്തിലുള്ള അവസ്ഥകൾ, വിജയങ്ങളും തോൽവികളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജയത്തിന് വളരെയധികം പരിശ്രമം അനിവാര്യമാണ്. എന്നാൽ പരാജയത്തിന് നമുക്ക് യാതൊരു വിധമായ പരിശ്രമത്തിൻ്റെയും ആവശ്യകതയില്ല. നിരന്തരമായ പരിശ്രമവും അധ്വാനവും കൊണ്ട് മാത്രമേ മനുഷ്യജീവിതത്തിൽ വിജയം കൈവരിപ്പാൻ കഴിയുകയുള്ളൂ. എത്ര പരിശ്രമിച്ചാലും വിജയം നേടുവാൻ കഴിയാത്ത നിരാശ ബാധിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വളരെ പരിശ്രമിച്ചിട്ടും വളരെ അധ്വാനിച്ചിട്ടും ഉള്ള എല്ലാ കഴിവുകളും എല്ലാ സമ്പത്തും എല്ലാ ബുദ്ധിയും പ്രയോഗിച്ചിട്ടും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ കഴിയാതെ നിരാശ പൂണ്ട ജീവിതമാണ് താങ്കളുടേതെങ്കിൽ ഇന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ ദൈവവചനഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തും എന്നതിന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ദൂരത്ത് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ടി വിയുടെ മുമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ, ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദൃശ്യനായ സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ ഈ വചനഭാഗം ശ്രദ്ധിച്ചാലും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. യേശു ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു.
അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ജീവിതത്തിൽ ഒരു രാത്രി അധ്വാനിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ അനുഭവമാണ് ഈ വേദഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗന്നേസർ തടാകക്കരയിൽ യേശു ജനങ്ങളോട് രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനായി വചനത്തോട് ദാഹമുള്ള, ദൈവത്തെ കണ്ടുമുട്ടാൻ താല്പര്യമുള്ള ജനങ്ങളെ അന്വേഷിച്ച് കാണാതെ പോയ ആടുകളെ തിരഞ്ഞുരക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു എന്ന വചനം പോലെ ജനങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ ജീവിതത്തിൽ നിരാശ പൂണ്ട് ആയിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് വന്ന മാറ്റമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു കടൽക്കരയിൽ ചെല്ലുമ്പോൾ ചില മനുഷ്യർ പടകിൽ നിന്ന് ഇറങ്ങി അവരുടെ അധ്വാനമെല്ലാം അവസാനിപ്പിച്ച് ജീവിത മാർഗമായി അധ്വാനത്തിൻ്റെ ഉപകരണമായി ഉപയോഗിച്ചിരുന്ന വല നന്നാക്കി ഭവനത്തിലേക്ക് പോകുവാനുള്ള തത്രപ്പാടിലായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ സഹോദരങ്ങളിൽ ഒരുവനായ പത്രോസിനെ യേശു പ്രത്യേകമായി കാണുന്നു. ആ പത്രോസിനോട് താൻ കഴിഞ്ഞ രാത്രിയിൽ മീൻപിടുത്തത്തിനായി ഉപയോഗിച്ചിരുന്ന പടക് യേശുവിന് പ്രസംഗിക്കുവാനായി അല്പം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും മനസ്സോടെ യേശുവിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി പത്രോസ് ആ പടക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കപർന്നഹൂമിൽ ചെന്നു ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവൻ്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശു കപർന്നഹൂമിൽ പള്ളിയിൽ പ്രസംഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ നോക്കുക, യേശു വചനം കേൾക്കുവാൻ താല്പര്യമുള്ളവരെ അന്വേഷിച്ച് സിന്നഗോഗിൻ്റെ, ദേവാലയത്തിൻ്റെ, പള്ളിയുടെ വാതിൽ അടഞ്ഞപ്പോൾ കടൽക്കരയിൽ അവരെ അന്വേഷിച്ച് ചെല്ലുന്ന ആ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ പത്രോസിൻ്റെ പടക് പുൾപ്പിറ്റാക്കി അവിടെ തടിച്ചുകൂടിയ ജനത്തോട് സുവിശേഷം പ്രസംഗിച്ച ശേഷം യേശു കഴിഞ്ഞ രാത്രിയിൽ അധ്വാനിച്ചിട്ട് നിരാശ പൂണ്ട് നിൽക്കുന്ന പത്രോസിനോട് മീൻപിടുത്തത്തിനായി വലയിറക്കുവാൻ പറയുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ പത്രോസിൻ്റെ വാക്കുകൾ എങ്ങനെയാണ്? നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾ ഒന്നും പിടിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും പിടിക്കുവാൻ കഴിഞ്ഞില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്നുള്ള അനുസരണ ഭാവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിൻ്റെ വാക്കനുസരിച്ച് പത്രോസ് ആഴത്തിലേക്ക് മീൻപിടുത്തത്തിനായി വലയിറക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ വളരെ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത പത്രോസ് ആ വലയിൽ ഒരു പടകല്ല 2 പടക് നിറയ്ക്കത്തക്കവണ്ണമുള്ള മീനിൻ്റെ വലിയ പെരുപ്പം കണ്ട് അവർ സന്തോഷിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മീൻപിടുത്തം കഴിഞ്ഞു. പത്രോസ് യേശുവിനോട് പറയുന്നു, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് നീ എന്നെ വിട്ടു പോകണം. എന്നാൽ അവരെ വിട്ടിട്ട് പോകുവാൻ യേശു തയ്യാറായിരുന്നില്ല. ജീവിതത്തിൽ നിരാശ പൂണ്ട അവരെ അന്ന് വരെ അവർ ചെയ്തിരുന്ന മീൻപിടുത്തം എന്ന സാധാരണ ജോലിയിൽ നിന്ന് വ്യത്യസ്തവും ഉത്തമമായ ശ്രേഷ്ഠമായ മനുഷ്യരെ പിടിക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ നേടിയെടുക്കുന്ന വലിയ ഒരു ദൗത്യത്തിലേക്ക് നയിച്ച സംഭവമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സുഹൃത്തെ, നിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഏതു തന്നെയായിരുന്നാലും, ഒരുപക്ഷെ താങ്കൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, ജോലി ചെയ്യുന്ന ആളായിരിക്കാം, കർഷകനോ കുടുംബിനിയോ കുടുംബസ്ഥനോ ആരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ നിമിത്തം എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കണമെന്ന് താങ്കൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം
ഈ വചനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ പരാജയപ്പെട്ട അവസ്ഥകളെ വിജയത്തിൻ്റെ സോപാനമാക്കി, വിജയത്തിൻ്റെ പടികളാക്കി മാറ്റി അർത്ഥപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകുവാൻ യേശു മതിയായവനാണ്. ഈ ഭാഗത്തേക്ക് നാം നോക്കിയാൽ ഗന്നസരത്ത് തടാകം, ആ തടാകത്തിന് ബൈബിളിൽ മറ്റ് പേരുകൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. തെബരിയാസ് കടൽ, ഗലീല കടൽ എന്നിവ എല്ലാം ഗന്നസരത്ത് തടാകത്തിൻ്റെ മറ്റു പേരുകളാണ്. ഈ തടാകത്തെപ്പറ്റി പഠിച്ചാൽ പല നിലകളിലുള്ള അപരനാമങ്ങൾ ഇതിനുണ്ട്. സമ്പത്തുകളുടെ രാജകുമാരൻ, പൂന്തോട്ടങ്ങളുടെ രാജകുമാരൻ, കിന്നരം പോലെ ശബ്ദമുള്ള ഇടം, ആദിയായ നല്ല സമർത്ഥമായ സന്തോഷകരമായ പേരുകൾ ഈ സ്ഥലത്തിനുണ്ട്. പേര് കൊണ്ട് നോക്കിയാൽ ഈ സ്ഥലം വളരെ അനുയോജ്യമായ യുക്തമായ ഒരിടമായിരുന്നു എങ്കിൽ കൂടെ പത്രോസിനും കൂടെയുള്ളവർക്കും അവരുടെ ജീവിതത്തിൽ ആ സ്ഥലം, ആ ഇടം, ആ പേരിൻ്റെ ശ്രേഷ്ഠത പ്രയോജനകരമായി തീർന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. അവരായിരിക്കുന്നത് കടൽക്കരയാണ്. മീൻപിടുത്തത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കടൽക്കര. ആ കടലിൽ ധാരാളം മീനുകളുണ്ട്. പക്ഷേ ആ സ്ഥലവും വളരെ അനുയോജ്യമാണെങ്കിലും അവർക്ക് വേണ്ടതുപോലെ നേട്ടം കൈവരിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അവർ മീൻപിടുത്തത്തിന് വേണ്ടി ഉപയോഗിച്ച അനുയോജ്യമായ സമയമായിരുന്നു. ലോകത്തിലെവിടെയും എക്കാലത്തും മീൻപിടുത്തത്തിന് അനുയോജ്യമായ സമയം രാത്രി കാലങ്ങൾ തന്നെയാണ്. ഒരു രാത്രി മുഴുവനാണ് അവർ അധ്വാനിപ്പാൻ ഇടയായിത്തീർന്നത്. മീൻപിടുത്തത്തിന് അനുയോജ്യമായ സ്ഥലത്തും നല്ല പേരും പ്രശസ്തിയുമുള്ള ഇടത്തും അനുയോജ്യമായ സമയത്തും ഈ സഹോദരങ്ങൾ അധ്വാനിച്ചിട്ട് ജീവിതത്തിൽ പരാജയം നേരിട്ട് നിരാശ കൊണ്ട് നിൽക്കുന്ന അവരുടെ അടുക്കലേക്കാണ് യേശു കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നത്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ജീവിതത്തിൻ്റെ നിരാശ എന്തു തന്നെയായിരുന്നാലും ആ ഇടത്തേക്ക് വന്ന് നിങ്ങളുടെ സ്ഥിതി മാറ്റുവാൻ യേശു മതിയായവനാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നിട്ടും പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ആ സഹോദരങ്ങളുടെ അടുക്കലേക്ക് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, അർത്ഥാൽ സമയം, സ്ഥലം, സാഹചര്യം എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും യേശു അവരുടെ അടുക്കലേക്ക് ചെന്ന് ആ സാഹചര്യങ്ങളുടെ മേലൊക്കെ നിയന്ത്രണമുള്ള യേശു കർത്താവ് അവരുടെ പരാജയങ്ങളെ വിജയമാക്കി തീർത്തതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എക്കാലത്തും ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയും ദൈവവചനം പ്രഘോഷിക്കുന്നതിനും പല പ്രത്യേകമായ സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കാലങ്ങളിൽ ആരാധനയ്ക്കും അത്ഭുതങ്ങൾ നടക്കുന്നതിനും ദൈവവചനം പ്രഘോഷിക്കുന്നതിനും ദൈവവചനം വായിക്കുന്നതിനുമൊക്കെ ഉണ്ടായിരുന്ന ഇടങ്ങളാണ് സിനഗോഗുകൾ അഥവാ യഹൂദന്മാരുടെ പള്ളികൾ. കഴിഞ്ഞ അധ്യായത്തിൽ, 4-ാമത്തെ അധ്യായത്തിൽ യേശു പള്ളിയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ ഈ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന ഇടം, പത്രോസും കൂട്ടരും നിരാശ പൂണ്ട് നിൽക്കുന്ന ഇടം, ദൈവവചന കേൾവിക്ക് ഉതകുന്ന ഇടമല്ലാതിരുന്നിട്ടും അവിടേക്ക് ചെന്ന് അവിടെ നിരാശ മാറ്റുന്ന ജീവനുള്ള ദൈവവചനം അവർക്ക് പകർന്നു കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്ഥലം അവിടെ അവർക്ക് അനുകൂലമല്ല, കടൽക്കരയാണ്. വചന കേൾവിക്ക് അനുകൂലമായ പള്ളിയോ മറ്റ് ദൈവാലയങ്ങളോ അല്ല. പക്ഷേ യേശു അവരുടെ സ്ഥലം അനുകൂലമല്ലാതിരുന്നിട്ടും അവിടേക്ക് വന്ന് അവരോട് സംസാരിക്കുന്നതും അവർക്ക് വേണ്ടി ചില പ്രവൃത്തികൾ അവിടെ ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ നാം ഈ കാണുന്ന മീൻപിടുത്തത്തിന് അനുയോജ്യമായ സമയം രാത്രിയായിരിക്കെ അതിന് സമയം കഴിഞ്ഞ് അധ്വാനം കഴിഞ്ഞ് വല നന്നാക്കി പുറത്തു വന്നിരിക്കുന്ന ആ മനുഷ്യർ മീൻ പിടിക്കാനുള്ള അനുയോജ്യമായ സാഹചര്യങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോഴും ആ സമയങ്ങൾക്കപ്പുറത്തും യേശു അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതും അവരുടെ ഒഴിഞ്ഞ പടകുകൾ നിറയത്തക്കവണ്ണം അവർക്ക് വേണ്ടി തൻ്റെ കരം നീട്ടിയ അത്ഭുതവുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ ഒരുപക്ഷെ എൻ്റെ എല്ലാ സമയങ്ങളും കഴിഞ്ഞുപോയി, ഒരുപക്ഷെ പ്രായം കവിഞ്ഞു പോയെന്ന് ചിന്തയുണ്ടാകാം, പഠിക്കാനുള്ള സമയങ്ങൾ സന്ദർഭങ്ങൾ കഴിഞ്ഞുപോയി എന്ന് ചിന്തയുണ്ടാകാം, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നിരാശകൾ നിങ്ങളെ ബാധിച്ചിട്ട്
ഇനി ഇതിന് മാറ്റം വരാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ, ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശു 3 സന്ദർഭങ്ങളിൽ മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ മകളെ യേശു ഉയർപ്പിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ടു കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവിട്ടിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആര് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നതും കണ്ടിട്ടും എന്നെ തൊട്ടത് ആര് എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഈ സംഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പള്ളിപ്രമാണിയുടെ മകൾ സൗഖ്യമില്ലാതിരിക്കുന്നു. സൗഖ്യമില്ലാതിരിക്കുന്ന മകളെ സൗഖ്യമാക്കുവാനായി യേശു അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയാത്രയിൽ മനുഷ്യർ അശുദ്ധയെന്ന് മുദ്രകുത്തിയിരുന്ന ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം തൊടുകയും സൗഖ്യമാകുകയും ചെയ്യുന്നു. ആ യാത്രയിൽ അല്പ തടസ്സങ്ങൾ, സമയത്തിൻ്റെ ദൈർഘ്യം അവിടെ സംഭവിക്കുന്നു. ആ സംഭവിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ ഭവനത്തിൽ നിന്ന് ആൾ വന്ന് വളരെ നിരാശകരമായ, സമയം കഴിഞ്ഞുപോയ, ഇനി പ്രവർത്തിപ്പാൻ ഇനി ഒരു ആശയ്ക്ക് വകയില്ലാത്ത വാർത്ത യേശുവിനോട് പറയുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നിരുന്നാലും യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യായിറോസിൻ്റെ മകൾ മരിച്ചിട്ട് ചില മിനിറ്റുകൾ മാത്രം കഴിഞ്ഞിരിക്കുന്നു. ആ ഭവനത്തിലേക്ക് യേശു ചെന്നു യായിറോസിൻ്റെ മകളെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ജീവനിലേക്ക് മടക്കി വരുത്തി. മരിച്ച ഉടനെ യേശു ആ മകളെ സൗഖ്യമാക്കുന്നു. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ നയീനിലെ വിധവയായ ഒരു മകളുടെ മകനെ യേശു ഉയർപ്പിച്ച സംഭവം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നാം കാണുന്നത് മരിച്ച ഉടനെയല്ല, മരിച്ച് ചില മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞോ അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കഴിഞ്ഞ് പട്ടണത്തിന് പുറത്ത് ആ മരിച്ച മകനെ, മരിച്ച വ്യക്തിയെ മറവ് ചെയ്യുവാൻ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി പോകുന്ന വഴിയിൽ വെച്ച് യേശു അവരെ കാണുകയും ആ മഞ്ചം തൊട്ട് ആ മരിച്ചവനെ ഉയർപ്പിച്ച് വിധവയായ ആ സ്ത്രീക്ക് മടക്കി കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ മരിച്ച ഉടനെയല്ല, ചില മണിക്കൂറുകൾ കഴിഞ്ഞ് യേശു പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ യേശു വളരെ സ്നേഹിച്ചിരുന്ന മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസർ മരിച്ചു, ദീനമായി കിടക്കുന്നു, മരിക്കുന്നു. മരിച്ച ശേഷം അടക്കവും കഴിയുന്നു. 4 ദിവസം കഴിഞ്ഞാണ് യേശു അവിടേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 4 ദിവസം കഴിഞ്ഞ് യേശു അവിടെ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പോലും യേശുവിനോട് പറയുന്ന വാക്കിങ്ങനെയാണ്. ആ കല്ലറയുടെ കല്ല് നീക്കുവാൻ പറയുമ്പോൾ ഇഷ്ട സഹോദരിയായ മാർത്ത പറയുന്നു, നാറ്റം വെച്ച് തുടങ്ങി, കല്ലറ തുറക്കേണ്ട ആവശ്യമില്ല, സമയം എല്ലാം കഴിഞ്ഞു എന്ന് അവൾ അവിടെ പറയുമ്പോൾ യേശു അവളോട് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ 3 സംഭവങ്ങളിലും മരിച്ച ഉടനെയും
അടക്കത്തിന് കൊണ്ടുപോകുമ്പോഴും മരിച്ച് അടക്കപ്പെട്ട് നാറ്റം വെച്ച് തുടങ്ങിയ ശരീരം അഴുകി തുടങ്ങിയ ലാസറിനെയും ഉയർപ്പിക്കുന്ന സംഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മാനുഷികമായി നാം പരിഗണിക്കുമ്പോൾ, മാനുഷികമായി ചിന്തിക്കുമ്പോൾ സമയം എത്ര കഴിഞ്ഞു എന്ന് ചിന്തിച്ചാലും അതിൻ്റെ മധ്യത്തിലും യേശുവിൻ്റെ സാമീപ്യം നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ, യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ, യേശു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ തോൽവികളെ, നമ്മുടെ നാറ്റം വെച്ച അവസ്ഥകളെ, ആർക്കും സമയമെല്ലാം കഴിഞ്ഞുപോയ എല്ലാ പരിധിയും വിട്ട വിഷയങ്ങളെ കൂടെ പരിഹരിക്കുവാൻ യേശു മതിയായവനാണ് എന്ന സന്ദേശമാണ് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഈ 5-ാമത്തെ അധ്യായത്തിൽ ഈ മനുഷ്യർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മൾ ശ്രദ്ധിക്കുവാൻ ഇടയായിത്തീരും. യേശു വലയിറക്കുവാൻ അവരോട് ആവശ്യപ്പെടുമ്പോൾ പത്രോസ് യേശുവിനോട് പറയുന്ന വാക്ക് എങ്ങനെയാണ്? രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്നിട്ടും നമുക്ക് പത്രോസിനോട് ചോദിക്കാം, പത്രോസേ, എന്തിനാണ് പിന്നെ നീ വല നന്നാക്കുന്നത്? ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത പത്രോസ് വല നന്നാക്കുന്നത് കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാത്രിയിൽ അധ്വാനിച്ചിട്ട് പരാജയമാണ് തനിക്ക് നേരിട്ടെങ്കിലും തൻ്റെ ജീവിതം അതുകൊണ്ട് അവസാനിപ്പിക്കുവാനോ, അതുകൊണ്ട് തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് പോകാതെ വണ്ണം ബ്ലോക്ക് ചെയ്യുവാനോ തയ്യാറാകാതെ മറ്റൊരു ദിവസം, അനുകൂലമായൊരു സാഹചര്യം, അനുകൂലമായൊരു സന്ദർഭം, അനുകൂലമായ ഒരിടം, അനുകൂലമായ ഒരു മീൻപിടുത്തം എന്നിവ പ്രതീക്ഷിച്ച് തൻ്റെ വല നന്നാക്കി മറ്റൊരു മീൻപിടുത്തത്തിനായി ഒരുങ്ങുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന പത്രോസിനെയും കൂട്ടുകാരെയുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് പല ഘടകങ്ങൾ കൊണ്ടാണ്. അനുസരണക്കേട്, അലസത, അസൂയ, അധൈര്യം എന്നിവ നമ്മെ പരാജയത്തിലേക്ക് നയിപ്പാൻ സാധ്യതയുണ്ട്. അവിശ്വസ്തത, അവിശ്വാസം എന്നിവയെല്ലാം നമ്മെ പരാജയപ്പെടുത്തുവാൻ പര്യാപ്തമായ ഘടകങ്ങളാണ്. ദൈവം സൃഷ്ടിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി ഏദനിലാക്കി വെച്ച ആദാമിനും ഹവ്വയ്ക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തിൻ്റെ മൂല കാരണം ദൈവത്തെ അവർ അനുസരിച്ചില്ല എന്നുള്ളതാണ്. ദൈവം അവരോട് ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ച ആ വൃക്ഷത്തിൻ്റെ ഫലം ദൈവത്തെക്കാളുപരി പാമ്പിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് കരം നീട്ടി പറിച്ച് ഭക്ഷിക്കുവാൻ അവർ തയ്യാറായത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നഷ്ടമായി. ദൈവിക തേജസ് ഉടുത്തിരുന്ന ആദാമിനും ഹവ്വയ്ക്കും അവർ തേജസ് നഷ്ടമായി നഗ്നരായി ആ മനോഹരമായ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായ സംഭവമുണ്ടായത്. ആദാമിനും ഹവ്വായ്ക്കും ദൈവം കൊടുത്ത മക്കൾ അവർ ദൈവസന്നിധിയിൽ അർപ്പിച്ച യാഗത്തിൽ, കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ അവൻ്റെ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതിൽ കായീനുണ്ടായ അസൂയ നിമിത്തം അവനെ വകവരുത്തിയത് നിത്യമായ ശാപം അവനുണ്ടാകുവാൻ അത് കാരണമായി തീർന്നു. കായീന്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം അസൂയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അലസത, അവിശ്വസ്തത, അധൈര്യം എന്നിവയെല്ലാം പരാജയ കാരണങ്ങളായി ദൈവവചനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാനും, ശലോമോൻ രാജാവ് എല്ലാ ധനസമൃദ്ധിയോടും കൂടെ ഇസ്രായേൽ വാണുകൊണ്ടിരുന്ന തൻ്റെ പിതാവായ ദാവീദ് വെട്ടിപ്പിടിച്ച എല്ലാ രാജ്യങ്ങളും അടക്കി വാണ് തൻ്റെ പിതാവായ ദാവീദ് സമ്പാദിച്ചു കൂട്ടിയ പണം വളരെ നന്നായി ചെലവഴിച്ച് മറ്റ് യുദ്ധങ്ങൾക്കോ പിടിച്ചടക്കലുകൾക്കോ ശക്തമായ പരിശ്രമങ്ങൾക്കോ തുനിയാതെ ദൈവം കൊടുത്ത ജ്ഞാനത്താൽ കെട്ടുപണികൾ മാത്രം ചെയ്ത് മുമ്പോട്ട് പോയ ശലോമോന്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലും യഥാർത്ഥത്തിലുള്ള വിജയമല്ല, പരാജയമായിരുന്നു സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ശലോമോന്റെ ജീവിതത്തിലുണ്ടായിരുന്ന അലസതയാണ് അവനെ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് കാണുവാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോനോടുകൂടെ വലിയൊരു സൈന്യം മിദ്യാന്യരെ തോൽപ്പിക്കുവാനായി മുമ്പോട്ട് പോകുമ്പോൾ ഭയവും ഭീരുത്വമുള്ളവൻ ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ എന്ന പ്രസ്താവനയിൽ 20,000 പേര് മടങ്ങി തങ്ങളുടെ ഭവനത്തിലേക്ക് പോയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇസ്രായേൽ നിരയെ വെല്ലുവിളിച്ചുകൊണ്ട്
ഗോലാ താഴ്വരയിൽ ഗോലിയാത്ത് എന്ന് പറയുന്ന ആ അതികായകനായ മനുഷ്യൻ ഇസ്രായേൽ നിരയെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേക തൈലം വീണ ശൗൽ എന്ന് പറയുന്ന ആ ശക്തനായ രാജാവ് ആ മനുഷ്യനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ആ ശൗലിന് ഗോലിയാത്തിനെ കണ്ടപ്പോൾ തനിക്ക് നേരിട്ട ഭയം, യുദ്ധത്തിന് പുറപ്പെടാൻ കഴിയാതെ യുദ്ധം ചെയ്യുവാൻ തന്നെ തടസ്സമാക്കിയത് തൻ്റെ ജീവിതത്തിലെ പരാജയമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അധികം പൊക്കമോ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് നല്ല ശീലമോ ഇല്ലാത്ത ദൈവകൃപയുള്ള ദാവീദ് എന്ന് പറയുന്ന കൊച്ചു മനുഷ്യൻ ധൈര്യത്തോടെ അതിശക്തനായ അതികായകനായ ഗോലിയാത്തിന് നേരെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാൻ, മുമ്പോട്ട് പോകാൻ തയ്യാറായപ്പോൾ വിജയം അവരോടൊപ്പം ഇരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് പലവിധമായ കാരണങ്ങൾ കൊണ്ടാണ്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പരാജയത്തിൻ്റെ കാരണം എന്തു തന്നെയായിരുന്നാലും നിരാശനായി ജീവിതത്തിൽ മനസ്സ് മടുത്ത് ജീവിക്കണ്ട എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിപ്പാനിടയാകാതെ പരിശ്രമത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് അധ്വാനിപ്പാൻ താങ്കൾ തയ്യാറാകുമ്പോൾ, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും പിടിക്കുവാൻ കഴിയാതെ നിരാശരായി കിടന്ന പത്രോസ് വലയും പടകും ഉപേക്ഷിച്ച് നിരാശപ്പെട്ട് പോകാനിടയാകാതെ വീണ്ടും മീൻപിടുത്തത്തിന് വേണ്ടി ഒരുങ്ങി വല നന്നാക്കി കഴുകിക്കൊണ്ടിരുന്നവരെ പോലെ താങ്കളുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിരാശ പൂണ്ട് ജീവിതം അവസാനിപ്പാനുള്ള ചിന്തയിൽ എത്തിച്ചേരാൻ ഇടയാകാതെ പരിശ്രമിക്കുവാൻ, ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ താങ്കൾ തയ്യാറാകുമെങ്കിൽ, ക്രിസ്തുവിനെ താങ്കളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ആ ക്രിസ്തുവിൻ്റെ വാക്ക് അനുസരിപ്പാൻ താങ്കൾ തയ്യാറാകുകയും ചെയ്യുമെങ്കിൽ ജീവിതത്തിലെ എത്ര പ്രതികൂലമായ സാഹചര്യത്തെയും മാറ്റി വിജയത്തിലേക്ക് നയിക്കുവാൻ ഈ യേശു മതിയായവനാണ്, ശക്തനാണ് എന്ന ശക്തമായ ദൂത് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. കടൽക്കരയിൽ നിരാശ കൊണ്ട് അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടെ ആ മനുഷ്യരുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. അവർ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരുന്നു, അനുസരണമുള്ളവരായിരുന്നു, പരിശ്രമശാലികളായിരുന്നു അവരെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രാത്രിയിലെ അധ്വാനത്തിന് ക്ഷീണം അവർക്ക് ധാരാളമുണ്ടെങ്കിലും യേശു അവർക്ക് പ്രസംഗിപ്പാനായി ആ പടകൊന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ യേശുവിൻ്റെ വാക്കിന് പടക് വിട്ടുകൊടുത്ത് ആ പടകിലിരുന്ന യേശുവിന് ജീവന്റെ വചനം തൻ്റെ അടുക്കൽ അത് കേൾക്കുവാനായി തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളോട് പ്രസ്താവിക്കുവാൻ അവരുടെ പടക് വിട്ടുകൊടുത്ത അനുസരണ മനോഭാവം നമുക്കവിടെ കാണുവാൻ കഴിയും. മാത്രമല്ല, വളരെ നന്നായി കഴുകി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ആ വല വീണ്ടും ചെളിയിലേക്ക് എറിയുവാൻ അവർ തയ്യാറായി. അതും യേശുവിൻ്റെ വാക്ക് കേട്ടതിനാലാണ്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കണമെങ്കിൽ, പരാജയം വിജയമായി മാറണമെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുകയും യേശുവിൻ്റെ വാക്കുകൾ അനുസരിപ്പാൻ താങ്കൾ തയ്യാറാകുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ വിജയങ്ങളായി മാറ്റുവാൻ യേശു കർത്താവിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നോക്കുക, മീൻപിടുത്തത്തിന് വേണ്ടി ആഴത്തിലേക്ക് വീണ്ടും വലയിറക്കുവാൻ പറയുമ്പോൾ കഴിഞ്ഞ രാത്രിയിലെ അധ്വാനം അവർക്കൊന്നും നേടിക്കൊടുക്കാതിരിക്കുമ്പോൾ മറ്റൊരു പരിശ്രമത്തിനു കൂടെ വേണ്ടി അവർ തയ്യാറാകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. താങ്കൾ പഠിക്കുന്ന വ്യക്തിയോ, ബിസിനസ് ചെയ്യുന്ന വ്യക്തിയോ, അല്ല ജോലി ചെയ്യുന്ന വ്യക്തിയോ, ഏതെങ്കിലും മേഖലകളിൽ, താങ്കളുടെ ജീവിത മേഖലകളിൽ താങ്കൾ പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ പരാജയം കൊണ്ട് മാത്രം ജീവിതത്തെ പൂർണ്ണമായി അടഞ്ഞ അധ്യായമായി കരുതാതെ താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ കഴിവുള്ള യേശുവിൻ്റെ അടുക്കലേക്ക് താങ്കൾ വന്നാൽ താങ്കളുടെ ജീവിതത്തെ മാറ്റുവാൻ കർത്താവിന് കഴിയും. അനുകൂലമല്ലാത്ത സമയത്തും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും യേശു ഗന്നസരെ തടാകത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് പത്രോസിൻ്റെ തൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തത്തക്കവണ്ണം വലിയ വിജയത്തിലേക്ക് അവരുടെ ജീവിതത്തെ കരം പിടിച്ചുയർത്തുവാൻ പര്യാപ്തനായി ചെന്നതുപോലെ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിലേക്ക് സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, യേശു കൽപ്പിക്കുന്ന വാക്കുകൾ അനുസരിച്ച്
പടക് അവന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുകയും താൻ പറയുന്നത് പോലെ മീൻപിടുത്തത്തിന് വേണ്ടി വലയിറക്കാൻ തയ്യാറായ പത്രോസിനെ പോലെ യേശുവിന്റെ വചനം പ്രമാണിക്കുവാൻ താങ്കൾ തയ്യാറാകുകയും അതിൻ പ്രകാരമുള്ള ഒരു പരിശ്രമത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും യേശുവിന്റെ ശക്തമായ കരങ്ങൾ കൊണ്ടും താങ്കളുടെ പരാജയപ്പെട്ട അവസ്ഥകളെ വിജയമാക്കി തീർക്കുവാൻ യേശുവിന് കഴിയുമെന്ന സത്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഓർപ്പിച്ചതുപോലെ പരാജയപ്പെടുവാൻ നമുക്ക് പരിശ്രമത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം കൈവരിപ്പാൻ താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ താങ്കൾക്ക് അനുസരണം അനിവാര്യമാണ്, പരിശ്രമം അനിവാര്യമാണ്, ധൈര്യം അനിവാര്യമാണ്. താങ്കൾക്ക് താങ്കളുടെ അലസത വിട്ട് പരിശ്രമശീലത്തോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥമാകുമ്പോൾ സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ ഭക്തൻ പറയുന്നു, ജയത്തിന് കുതിര വ്യർത്ഥമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടാകാം, അതുകൊണ്ട് നല്ലൊരു ജോലി കൈവരിക്കാൻ കഴിയാതെ നിരാശ കൊണ്ടവരാണ് നിങ്ങളെങ്കിൽ, ധാരാളം സമ്പത്തും നല്ല കുടുംബ മഹിമയും നിങ്ങൾക്കുണ്ടാകാം, അവയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ പര്യാപ്തമാകാത്ത നിലയിൽ നിൽക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ കഴിവുകൾ, താലന്തുകൾ പല നിലകളിൽ പ്രയോഗിച്ചിട്ടും ജീവിതത്തിൽ വിജയം കൈവരിപ്പാൻ കഴിയാതെ നിരാശ പൂണ്ട വ്യക്തിയാണ് താങ്കളെങ്കിൽ, താങ്കളെ സ്നേഹിക്കുന്ന യേശു താങ്കളെ മാടി വിളിക്കുകയാണ്. യേശുവിൻ്റെ വാക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതമാകുന്ന പടകിലേക്ക് അവനെ ആനയിക്കുവാൻ തയ്യാറാണെങ്കിൽ, അവൻ്റെ വാക്ക് അനുസരിച്ച് പ്രവർത്തിപ്പാൻ നിങ്ങൾ ഒരുക്കമെങ്കിൽ, രോഗത്തിൻ്റെയോ നിരാശയുടെയോ പരാജയത്തിൻ്റെയോ അവസ്ഥ എത്ര തീവ്രമാണെങ്കിലും, അതിൻ്റെ സാഹചര്യങ്ങൾ വളരെ അനുയോജ്യമല്ലാത്തതാണെങ്കിലും, സമയങ്ങളും കാലങ്ങളും എല്ലാം കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് താങ്കൾ ആയിരിക്കുന്നതെങ്കിലും, ഇന്ന് സകലത്തെയും അതിജീവിക്കുവാൻ, സമയങ്ങളെയും കാലങ്ങളെയും അതിജീവിച്ച് തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റി ജയഭേരി മുഴക്കി തങ്ങളെ മുന്നോട്ട് നയിപ്പാൻ കഴിവുള്ള യേശു കർത്താവ് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കലുണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ കർത്താവിനെ സ്വീകരിച്ച് അനുഗ്രഹീതമായ വിജയകരമായ ജീവൻ നയിപ്പാൻ സർവശക്തനായ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. എവിടെയായിരുന്നാലും ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ ധ്യാനിച്ച് കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാലും. മഹാകരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഞങ്ങളുടെ നാഥ, ഈ ജീവസന്ദേശം ശ്രവിച്ച സകല ജീവിതങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തോൽവികൾ നിമിത്തം, പരാജയങ്ങൾ നിമിത്തം, രോഗങ്ങൾ നിമിത്തം നിരാശ പൂണ്ട് നാളെയെക്കുറിച്ച് ആകുലപ്പെട്ട് എങ്ങനെ ജീവിക്കുമെന്ന് ഭാരപ്പെട്ട് ജീവിതം മടുത്ത ജീവിതങ്ങൾ ഞങ്ങളെ ശ്രവിച്ചെങ്കിൽ, ഈ സന്ദേശം കേട്ട് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടുകയും സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ വലങ്കരം നീട്ടി സൗഖ്യമാക്കുകയും ചെയ്യുവാനായി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എത്ര മാരകമായ രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള സർവശക്തൻ്റെ സാന്നിധ്യം, ആണിപ്പടുത്തുള്ള കർത്താവിൻ്റെ കരം ഈ വചനം കേട്ട ജീവിതങ്ങളുടെ മേൽ കർത്താവ് പ്രവർത്തിക്കുവാനായി, നിരാശകൾ മാറുവാൻ, പഠനത്തിൽ പരാജയപ്പെട്ടവർക്ക്, ജീവിതത്തിൽ തോൽവി സംഭവിച്ച് നിരാശ കൊണ്ടവർക്ക് അങ്ങയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ പകരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.